പെട്രോളിയം മന്ത്രാലയത്തിന്റെ സ്വാതന്ത്ര്യദിന പോസ്റ്ററിൽ സവർക്കറുടെ ചിത്രം. ഗാന്ധിജിയുടെ ചിത്രത്തിന് മുകളിലാണ് വി ഡി സവർക്കറുടെ ചിത്രമുള്ളത്. ഡൽഹിയിൽ നിന്ന് അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകാനുണ്ട്. അജീഷ്, സവർക്കറുടെ ചിത്രം പ്രത്യക്ഷപ്പെട്ട ഒരു പോസ്റ്റർ, അതും കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിന്റെ സ്വാതന്ത്ര്യദിന പോസ്റ്റർ, എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? ജി.കെ, എന്തായാലും ഈ സ്വാതന്ത്ര്യദിന പോസ്റ്ററിൽ പെട്രോളിയം മന്ത്രാലയം ഇറക്കിയ സ്വാതന്ത്ര്യദിന പോസ്റ്ററിലാണ് ഈ സവർക്കറിന്റെ ചിത്രം. അത് ചിത്രം വരുന്നതിലല്ലായിരുന്നു പ്രശ്നം. അതായത് ഗാന്ധിജിയുടെ ചിത്രത്തെക്കാൾ മുകളിലായിട്ട് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് സവർക്കറിന്റെ ചിത്രം ഈ പോസ്റ്ററിൽ കൊടുത്തിട്ടുള്ളത്. കൂടാതെ സുഭാഷ് ചന്ദ്രബോസിന്റെയും ഭഗത് സിംഗിന്റെയും അടക്കം ചിത്രം ഇതിലുണ്ട്. ചെങ്കോട്ടയുടെ പടം ഉൾപ്പെടെ കൊടുത്തുകൊണ്ടാണ് ഈ ചിത്രം പങ്കുവച്ചിട്ടുള്ളത്. ഇതിൽ അവർ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നമ്മൾ ആഘോഷിക്കുമ്പോൾ അത് നമുക്കത് ഐക്യത്തിലൂടെയും സഹാനുഭൂതിയിലൂടെയും പ്രവൃത്തിയിലൂടെയും എല്ലാ ദിവസവും അതിനെ പരിപോഷിക്കുമ്പോഴാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം അഭിവൃദ്ധി പ്രാപിക്കുന്നത് തുടങ്ങിയ ഒരു തലക്കെട്ടിലൂടെയാണ് ഇങ്ങനെ ഒരു പോസ്റ്റർ പെട്രോളിയം മന്ത്രാലയം പങ്കുവച്ചിട്ടുള്ളത്. എക്സ്പോസ്റ്റിലാണ് അവർ ഇത് പങ്കുവച്ചിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യം, കേരളത്തിൽ നിന്നുള്ള MP സുരേഷ് ഗോപി സഹമന്ത്രിയായിരിക്കുന്ന വകുപ്പ് കൂടിയാണ്. ആ വകുപ്പിലാണ് ഇത്തരത്തിലൊരു വിവാദ പോസ്റ്റർ ഇറക്കിയിട്ടുള്ളത്. ഈ പോസ്റ്ററിനെതിരെ ഇപ്പോൾ തന്നെ പ്രതിപക്ഷ പാർട്ടികൾ, കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ സവർക്കറിനെ വീരനായി കാണാനുള്ള ഈ BJP ഹിന്ദുത്വ സംഘടനകളുടെ ഒരു തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഈ നടപടി എന്നാണ് അവർ പറയുന്നത്. മുമ്പ് 2003 ഇന്ത്യൻ പാർലമെന്റിൽ ഈ വീർ സവർക്കറിന്റെ ചിത്രം അനാച്ഛാദനം ചെയ്തിരുന്നു. അന്ന് വാജ്പേയി സർക്കാരായിരുന്നു. ഒന്നും വലിയ വിവാദമായിരുന്നു. അതിനുശേഷം ഈ 2025 ഈ ജനുവരിക്ക് ഇവിടുത്തെ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഈ ഡൽഹി യൂണിവേഴ്സിറ്റി ക്യാമ്പസിന്റെ വികസനത്തിന്റെ ഭാഗമായിട്ട് അവിടെ പുതിയൊരു കോളേജിന് പ്രധാനമന്ത്രി തന്നെ തറക്കല്ലിട്ടിരുന്നു. ആ കോളേജിന് ഇട്ട പേര് വീർ സവർക്കർ കോളേജ് എന്നായിരുന്നു. അങ്ങനെ ഈ വീർ സവർക്കറിനെ ഒരു സ്വാതന്ത്ര്യ സമര പോരാളിയായിട്ട് ഉയർത്തിക്കൊണ്ടുവരാനുള്ള BJPയുടെ നീക്കമാണ് ഇതെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നത്. എന്തായാലും ഇതിനോടൊപ്പം തന്നെ ഈ പോസ്റ്റർ വലിയ രീതിയിൽ പ്രചാരം നേടിക്കഴിഞ്ഞു, വലിയ രീതിയിൽ വിമർശനത്തിനും ഇരയായി കഴിഞ്ഞിട്ടുണ്ട്. ശരി, അജീഷ് ജയകുമാർ ആണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്.